ചെയ്ത് തരണേ. ആരോരും ഇല്ലാത്ത പാവാണ്. ആരും ഇല്ലാതെ ബോറടിച്ചിരിക്കായിരുന്നു. വർത്താനം പറയാ ഒരാളായി. വാ, മടിച്ചു നിൽക്കാതെ കേറി വരൂ. മോനെ 2 ദിവസമായി ചായ കുടിച്ചിട്ട്. അല്ലെങ്കിലും ചായ കൂടുതൽ കുടിക്കരുത് ചേട്ടാ, വല്ലപ്പോഴുമേ പറ്റൂ. എന്തായാലും ഈ കാര്യം പറയാൻ ചേട്ടൻ ഇവിടം വരെ വന്നല്ലോ, സന്തോഷം. ശരി ചേട്ടാ, പോയിക്കോ. അയ്യോ, ഞാൻ ഈ കാര്യം പറയാൻ മാത്രമല്ല വന്നത്. ഓഹോ, വേറെയും കാര്യമുണ്ടോ? എങ്കിൽ അതുകൂടെ പറഞ്ഞിട്ട് പോയിക്കോളൂ. ചായ കുടിക്കാൻ കാശ് വേണം. അത് ശരി, ചായ കുടിക്കാൻ കാശ് തന്നാലേ ചേട്ടൻ കാര്യം പറയൂ അല്ലേ? അത് കൊള്ളാലോ. അങ്ങനെ ഇപ്പോ എനിക്ക് ആ കാര്യം കേൾക്കണ്ട. പിന്നെ ഒരു കാര്യക്കാരൻ വന്നിരിക്കുന്നു. മോനെ, നല്ല മനുഷ്യരാണ് മറ്റുള്ളവരെ സഹായിക്കുന്നത്. ഈ പറഞ്ഞത് പച്ചക്കള്ളമാ. കള്ളമല്ല, സത്യമാ ഞാൻ പറഞ്ഞത്. നല്ല മനുഷ്യർക്ക് മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സുണ്ടാവും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർണമാഷില്ലേ, അറിയോ? എനിക്കറിയില്ല. ആ, എന്നാ അങ്ങനെ ഒരു മാഷുണ്ട്. പുള്ളിക്കാരൻ നല്ല മനുഷ്യനാണെന്നാ നാട്ടിൽ എല്ലാവരും പറയുന്നേ. പക്ഷേ ഇന്ന് വരെ എന്തെങ്കിലും ഒരു സഹായം ആ മനുഷ്യൻ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടോ? മോനെ, എന്റെ കാശ്. ദേ, എന്റെ കയ്യിൽ മിഠായി വാങ്ങാൻ പോലും നക്കാപ്പിച്ച ഇല്ലാതെ ഇരിക്കാ ഞാൻ. അങ്ങനെ പറയല്ലേ, പട്ടിണി കിടന്ന് ഞാൻ മരിച്ചു പോവും. മോനൊരു കാര്യം അറിയണോ? ഇന്ന് കാലത്ത് ആ പാലത്തിന്റെ ചുവട്ടിൽ ഒരു അജ്ഞാതൻ മരിച്ചു കിടക്കുന്നു. അജ്ഞാതനോ? മരിച്ചു കിടക്കുന്നോ? അതെ, പട്ടിണി കിടന്ന് മരിച്ചതാവും. താങ്ക്സ് ചേട്ടാ, താങ്ക്സ്. അജ്ഞാതൻ തന്നെയാണെന്ന് ഉറപ്പാണല്ലോ അല്ലേ? ഹലോ, ഡുണ്ടു ഇല്ലേ? എടി ഡുണ്ടു, നീ രക്ഷപ്പെട്ടു. ഇനി നിന്നെ ആരും ശല്യം ചെയ്യില്ല. എന്താ കാര്യം? നിന്നെ സ്ഥിരമായി ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തുന്ന അജ്ഞാതനില്ലേ, അവനിനി വിളിക്കില്ല. അവൻ പാലത്തിന് ചോട്ടി മരിച്ചു കിടക്കുന്നു എന്ന്.